നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും ഇതൊന്നും വേണ്ടേ? ചെറുപ്പം മുതലേ കുഞ്ഞേച്ചി ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്റെ നിർബന്ധം, എന്റെ വാശി, ഇതെല്ലാം പരിഹരിച്ചു തരാൻ കുഞ്ഞേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ കരച്ചില് മാറ്റാൻ അന്നും കുഞ്ഞേച്ചിയുടെ നഷ്ടങ്ങൾക്ക് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. ഇന്നും അത് നോക്കുന്നില്ല. അത് തന്നെ എന്നെ ഇപ്പൊ സങ്കടപ്പെടുത്തുന്നത്. വിഷ്ണുവേട്ടൻ മദ്യപിച്ച് വന്ന് നമ്മുടെ അമ്മയടക്കം ചീത്ത പറഞ്ഞു കുഞ്ഞേച്ചി. അങ്ങനെയൊന്നും വിഷ്ണുവേട്ടൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നമ്മൾ മൂന്നുപേരും രഹസ്യം സൂക്ഷിക്കുന്നവരാണെന്നോ കള്ളികളാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ തകർന്നു പോയി കുഞ്ഞേച്ചി. നിന്റെ കുഞ്ഞേച്ചി എടീ, അവള് തകർത്തത് എന്റെ ജീവിതമാ, എന്റെ സ്വപ്നങ്ങളാ. നീയൊക്കെ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിന്നെ തൃപ്തിപ്പെടുത്താനെങ്കിലും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒഴിഞ്ഞു പോവാൻ പറഞ്ഞു, ഒഴിഞ്ഞു പോവാ. അതുമില്ല, നാശങ്ങള്. നീയൊക്കെ എന്തെന്റെ കുടുംബത്തിൽ വന്ന് കേറിയോ അപ്പൊ തുടങ്ങി എന്റെ കഷ്ടകാലം. ഞാൻ കാരണമാണല്ലോ വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിക്ക് ഈ ദുർവിധി വന്നതെന്ന് ഓർത്തപ്പോ പിന്നെ ജീവിക്കാൻ തോന്നിയില്ല. അതാ എല്ലാ സത്യങ്ങളും ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കാനായി തീരുമാനിച്ചത്. കത്തില് എന്തെഴുതി വെച്ചെന്ന് നീ പറഞ്ഞേ? എല്ലാം. എന്നുവെച്ചാ പപ്പി എന്റെ മകളല്ലെന്ന്. കുഞ്ഞേച്ചിയാണ് പപ്പിയെ സത്യം പ്രസവിച്ചതെന്ന്. ഞാൻ വെറും ഒറ്റമ്മയാണെന്ന്. അത് കുഞ്ഞേച്ചി ഞാനെല്ലാം എഴുതി വെച്ചു. ശ്യാമ, ഈശ്വര, എടി ആ കത്തെവിടെ? അതാർക്കെങ്കിലും കിട്ടിയോ? പറയാൻ കിട്ടിയോ? എനിക്ക് അറിയില്ല. ഞാൻ തിരിച്ചു ചെല്ലുമ്പോ ഞാൻ വച്ചെടുത്ത കത്തില്ല. ഈശ്വര, എടി ശ്യാമ, നീ എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നേ? ഈശ്വര, ആ കത്തെങ്ങനെ സത്യമയുടെ കൈ കിട്ടിയാൽ എന്താ അവസ്ഥയെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? പോട്ടെ, എടി ഇനി രോഹിത്തിന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിലോ? എടി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ എന്താ സംഭവിക്കുന്നെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. ഞാൻ എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്തത്? അതിന് നീ ഒരു വിലയും കൽപ്പിച്ചില്ല എന്നോർക്കുമ്പോ മനസ്സ് കലങ്ങി പോവാ. അത് കുഞ്ഞേച്ചി, ഈ ചെയ്തതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഉള്ളൊരു മടുപ്പില്ലേ? എനിക്കിപ്പോ എന്റെ ജീവിതത്തോട് തോന്നുന്നതും അതാ. ഒരു തരം മരവിപ്പ്. കുഞ്ഞേച്ചി എന്നോട് ക്ഷമിക്കണം കുഞ്ഞേച്ചി. ഒരു പൊട്ടത്തരം ഞാൻ കാണിച്ചു പോയി. അതിന് കുഞ്ഞേച്ചിയുടെ കാൽ വീട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാ കുഞ്ഞേച്ചി. ക്ഷമേ, എന്തായി കാണിക്കുന്നെ? എഴുന്നേക്ക്, എഴുന്നേക്കാൻ. എന്തായി ചെയ്യുന്നെ? എനിക്ക് എന്റെ കുഞ്ഞേച്ചി സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല. ശ്യാമ, ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ ആ കത്ത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോന്ന് അറിയണം. ഇല്ലെങ്കിൽ അത് അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോന്ന് അറിയണം. ഇനിയിപ്പോ അത് ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്നൊന്ന് കണ്ടെത്തി നശിപ്പിക്കേ. കാരണം അതാരുടെ കൈ കിട്ടിയാലും അപകടമാ. എക്സ്ക്യൂസ് മീ മാഡം. യെസ്, കം ഇൻ.
മാഡം, ഒരു ഒഫീഷ്യൽ മാറ്റർ സംസാരിക്കാനുണ്ട്. ഷമി, ഈ സമയം കളയണ്ട. പോയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. എല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ശരി ശരി കുഞ്ഞേച്ചി. അതെ, കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അത് കണ്ടുപിടിച്ച് കീറിക്കളയണം. ഇല്ലെങ്കിൽ കുഴപ്പോ എല്ലാവർക്കും. എല്ലാ സത്യങ്ങളും ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ജീവിതം അവസാനം. എത്രയും പെട്ടെന്ന് അതിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്തണം. ചതി വന്നിരിക്കുന്നത് എവിടെന്ന്, ആര്, പിന്നെ അവരുടെ ലക്ഷ്യം. ഇത് എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്യണം. യെസ് മാഡം. ഈശ്വര, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവാണല്ലോ. ഇതെനിക്ക് നല്ല പരിചയമുള്ള കാറാണല്ലോ. ഇത് ചന്ദ്രബോസിന്റെ കാറല്ലേ? ഇതെന്താ ഈ സമയത്ത് ഇവിടെ? ഓക്കെ സർ, അപ്പോൾ കാണാം. ആ ശരി എന്നാ. ഇവനെന്താ ഇങ്ങനെ ആടി വരുന്നേ? ഇവനെന്ന് ഈ ശീലമൊക്കെ തുടങ്ങിയ सर बढ़िया. സാറേ, റൂമിലേക്ക് പോകാം. എടോ, കുറച്ചേരം ഇവിടെ ഇരിക്കട്ടോ.
അച്ഛൻ കിടക്കുന്നില്ലേ? മോളെ രോഹിത് വന്നില്ലേ? രോഹിത് വന്നോളൂ. ഈയിടെയായി വരവൊക്കെ കുറച്ച് ലേറ്റാ. എന്താടാ? ഏയ് ഒന്നുമില്ല. രോഹിത് അവിടെ വന്നേ. എന്താ? നീ കുടിച്ചിട്ടുണ്ടോ? ഉണ്ടാകും വിഷ്ണുവേട്ടാ. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക്. എടാ നിന്നോട് ചോദിച്ചു, നീ കുടിച്ചിട്ടുണ്ടോ? കുറച്ച്. നിക്ക്. എടാ എടാ നീ എന്നീ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയേ? എന്ന് ഇങ്ങനെയൊക്കെ പോയാൽ മതി ബ്രോ. ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ചന്ദ്രബോസാണോ നിന്നെ കാറിക്കൊണ്ട് വിട്ടേ? ആണെങ്കില് രോഹിത് നീ മിണ്ടരുത്. ഇത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ ആയിക്കോളാം. ചന്ദ്രബോസ് ആണ് കൊണ്ടുവിട്ടെങ്കിൽ ഇപ്പൊ എന്താ? CBI വലുത് ചോദ്യങ്ങളോടാണല്ലോ വരവൊക്കെ. എന്താ ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ? നിന്റെ പെരുമാറ്റത്തിലെ ഈ മാറ്റമാണ് എനിക്ക് മനസ്സിലാവാത്ത. എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നിന്റെ ഭാര്യ രാത്രി നിങ്ങൾ കിടക്കുന്ന റൂമിൽ നിന്ന് എണീറ്റ് പോകുന്നു. നീ പപ്പിമോളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു. എന്താ പ്രശ്നമെന്ന് പറ. എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ മറ്റുള്ളവരോട് പറയണമെന്നുണ്ടോ? ഇല്ല. രോഹിത്തെ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? ആരോട് പറയുന്നെന്ന് വല്ല ബോധം? നിന്നോട് പറഞ്ഞ മാറിക്കാൻ. മോളെ ബോധമില്ലാലോ അമ്മ നിൽക്കുന്നേ. പിന്നെ അവനോട് എന്തർത്ഥത്തിലാ ബോധമുണ്ടോ ചോദിക്കുന്നേ? അച്ഛാ ക്ഷമിക്കണം. അച്ഛൻ്റെയും മകനോട് ഒന്ന് രണ്ട് വർത്തമാനം എനിക്കൊന്ന് പറയണം. എന്നെയും മകനായിട്ട് അംഗീകരിച്ച സ്ഥിതിക്ക് ഒരനുവാദം ചോദിക്കേണ്ടത് എൻ്റെ കടമയാണ്. തരേണ്ടത് അച്ഛൻ്റെ കടമയും. നീ ഇപ്പൊ പോയി കിടക്ക്. പോ, നാളെ സംസാരിക്കാം. ഹേയ്, ഇപ്പൊ ചോദിച്ചതിന്റെ മറുപടി ഇപ്പൊ തന്നെ കൊടുക്കണം. ഇല്ലെങ്കിലേ രാത്രി എനിക്ക് കിടന്ന ഉറക്കം വരത്തില്ല. എന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ തീർത്തോളാം. ബ്രോ ആദ്യം ബ്രോയുടെ പ്രശ്നങ്ങളൊക്കെ തീർക്ക്. 100,000 പ്രശ്നങ്ങൾ കിടന്ന് നട്ടം തിരിയുന്നവനാ എന്റെ കൊച്ചു പ്രശ്നത്തിൽ വന്ന് തലയിടുന്നത്. 2 കാലിലും മന്ത് വെച്ചോണ്ട് ഒറ്റക്കാലിൽ മന്തുള്ള എന്നെ കുറ്റം പറയാൻ വരരുത്. നിർത്ത്. നീ പറഞ്ഞങ്ങ് കേറല്ലേ. ഞാൻ നിന്റെ ആരാ നിനക്കറിയോ? ഇവിടുത്തെ സ്ഥാനവും നിനക്കറിയാം. എന്ത് സ്ഥാനം? ഒരു സ്ഥാനവും ഇല്ല. അത് മാത്രമല്ല, സത്യാമ്മയ്ക്ക് ബ്രോയേക്കാളും വിശ്വാസം എന്നെ തന്നെയാ. അതുകൊണ്ടാണല്ലോ സത്യാമ്മ എന്റെ പേര് ബിസിനസ് ചെയ്യുന്നതും എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതും. അപ്പൊ പിന്നെ ബ്രോയേക്കാളും സ്ഥാനം എനിക്കല്ലേ? അത് തന്നെ. എന്താ എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളോ? എന്താടാ? എന്താ രാഘവേട്ട ഇവിടെ? എന്താ ആർക്കും മിണ്ടാട്ടോ ഇല്ലേ? ശ്യാമ എന്താ ഇവിടെ ഉണ്ടായേ? രോഹിത് കുടിച്ചു വന്നപ്പോ വിഷ്ണുവേട്ടൻ ചോദിച്ചു. അത് വലിയ പ്രശ്നമായി. എടാ മക്കളെ, നിങ്ങൾക്കിത് എന്താടാ പറ്റിയത്? ഇന്ന് വരെ ഉണ്ടാകാത്ത കാര്യങ്ങളാണല്ലോ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്.
രോഹിത്, എന്താ നിന്റെ പ്രശ്നം? അയ്യോ സത്യമേ, ഒരു പ്രശ്നമില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. ആ സംശയം ഉണ്ടെങ്കിലേ ദേ ഈ നിൽക്കുന്ന ഇവളോട് ചോദിച്ചു നോക്ക്. എന്താ രോഹിത ഈ പറയുന്നേ? ശ്യാമേ, എന്താ ഇവനീ പറയുന്നത്? ഭാമേ, കള്ളുടിച്ചിട്ടൊന്ന് പറയാ ബോധമില്ലാതെ. അയ്യോ ബോധമുണ്ട്, ബോധമൊക്കെ ഉണ്ട്. ഞാനേ ബോധത്തോട് തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് ബോധമില്ലാന്നാക്കുന്നത് മറ്റുള്ളവരാ. പ്രത്യേകിച്ചും ദാ ഇവള്. ഞാനോ? സത്യമേ, എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. അതിന്റെ ഇവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച്. ആ സത്യമേ, എനിക്കിതെല്ലാം എഴുതി തന്ന് എന്നോട് ബിസിനസ് ചെയ്യാൻ പറഞ്ഞത് എന്നെ മാത്രം വിശ്വാസം ഉണ്ടായിട്ടല്ലേ? വിശ്വാസത്തിന് കുറവൊന്നുമില്ല. കൂട്ടത്തിൽ നിനക്കൊരു വരുമാന മാർഗം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയ. അല്ല, എന്റെ ബുദ്ധി, എന്റെ കഴിവ്, എന്റെ അറിവ് അതെല്ലാം വിറ്റ് കാശാക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഏൽപ്പിച്ചത്. ബ്രോയ്ക്ക് ഇതൊന്നും താല്പര്യമില്ലാന്ന് സത്യം അവക്കറിയാം. അത് മറ്റൊരു കാരണം അല്ലേ? രോഹിത്, നീ എവിടോട്ടേ പറഞ്ഞു പോകുന്നത്? സത്യമേ, അത് ഞാൻ രോഹിതേ, അത് നിർത്ത്. ദേ നീ പോയി കിടക്കാൻ നോക്ക്. ഓ ബാക്കി നാളെ സംസാരിക്കാം. ഡീ അവൻ വിളിച്ചിട്ടു. രോഹിത തോട്ടു പോരുത്. ഇവളും ഈ വിഷ്ണുപ്രയുടെ ഭാര്യയും അവരുടെ കുടുംബവും സത്യമെ പറ്റിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യും. എന്നെ സത്യമ പ്രസവിച്ചതൊന്നുമല്ല, പക്ഷേ ഞാൻ എൻ്റെ അമ്മയെ പോലെ സത്യമെ കണ്ട. എന്നെ സത്യമ പൊന്നുപോലെ നോക്കുന്നതാ. ദേ ഞാൻ ഇവരോടൊക്കെ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും അതൊന്നും കൊണ്ട് മാത്രമാ. പക്ഷേ എന്റെ ഭാര്യ അടക്കം എന്നെ ദ്രോഹിക്കുന്നുണ്ട്. എന്തൊക്കെയാ? എല്ലാവരും നിങ്ങളെ ചതിക്കുക, ഈ വിഷ്ണു ബ്രോ അടക്കം. കള്ളു കുടിച്ചിട്ട് നീ പറയുന്നൊന്നും ഞാൻ നോക്കില്ല. അടിച്ച് ചെകട് പൊടിച്ചു കളയാം ഞാൻ. ഡീ വിളിച്ചോണ്ട് പോടി ഇവനകത്തോട്ട്. ഇല്ലെങ്കിൽ നിയന്ത്രണം വിട്ട ഞാൻ അധികം ചെയ്തു കളയും. രോഹിത ഒന്ന് വാ. ഇവൻ എന്ത് തൊട്ടുപോരുത്. എടാ കേറി പോടാ. ഞാൻ പോയിക്കോളാം സത്യമേ, പോയിക്കോളാം. ഇന്നല്ലെങ്കിൽ നാളെ സത്യമേ അറിയും എല്ലാവരും നിങ്ങളെ ചതിക്കുകയാണെന്ന്. നിങ്ങളെ ചതിക്കുക. ഈ വിഷ്ണുപ്രയെ വരെ അന്ന് സത്യമേ ഇവിടുന്ന് ഇറക്കി വിടും. അപ്പോഴേ രോഹിത് മാത്രമേ കാണൂ. രോഹിത ഈ രോഹിത് മാത്രം, ഈ രോഹിത് മാത്രം. എല്ലാം ചതിയന്മാരാ എല്ലാവരും. എല്ലാവരും എടാ വിഷ്ണു, എന്തൊക്കെയാണ് ഇവൻ വിളിച്ചു പോകുന്നത്? അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട്. അവനിപ്പോ എന്നേക്കാൾ സ്ഥാനമുണ്ട് ഇവിടെ. ഇവിടെ പരാതിയെപ്പറ്റി ഞാനാ എല്ലാ അർത്ഥത്തിലും. എടാ നീ അതൊക്കെ വിട്ടുകളാ. എടാ അവൻ കഴിച്ച മദ്യം അവനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നേ. എടാ സ്വബോധമുള്ളവനാണെങ്കിലേ അവൻ ഇങ്ങനെയൊക്കെ പറയുമോ? മദ്യത്തിന്റെ പുറത്താണെങ്കിൽ അവൻ പറഞ്ഞൊരു കാര്യമുണ്ടച്ച. അവൻ നോക്കുമ്പോ കുടുംബവും കുട്ടികളൊന്നും ഇല്ലാത്ത എനിക്കല്ലേ.
എന്താ അർത്ഥം എൻ്റെ ജീവിതത്തിലുള്ള പൂജ്യം, വെറും വട്ടപൂജ്യം എല്ലാ അർത്ഥത്തിലും.